ഞാനും നീയും ഒന്നാണേ. ഭാഗം 24. എനിക്കറിയാം എന്താ ചെയ്യേണ്ടതെന്ന്. നീയായിട്ട് പറഞ്ഞു തരണ്ട. ഒരുപാട് പറഞ്ഞാൽ ഞാൻ നിന്നെ ഇവിടെ നിന്ന് കയറ്റി പാക്ക് ചെയ്യും. സിംഗപ്പൂർക്ക് ഓർത്ത് വെച്ച് സംസാരിച്ചോ. സൂര്യൻ പതിയെ അവനോട് പറഞ്ഞു. അതിനെന്താ, നീ തന്നെ ഓടിച്ചോ. നിനക്ക് ഇഷ്ടമാണെന്ന് എനിക്കറിയാം ഇങ്ങോട്ടുള്ള ഡ്രൈവിംഗ്. ജയദേവ് അവനെ നോക്കി പറഞ്ഞു. അത് കേട്ടതും സൂര്യന് ചിരി വന്നു. മാനസിക്കും മയൂരിക്കും കാര്യം മനസ്സിലാവുകയും ചെയ്തു. അത്യാവശ്യം വലിയൊരു കയറ്റം കയറി ചെന്നത് കണ്ടു. ആ വലിയ കുന്നിൻ മുകളിൽ ഒരു വലിയ ബംഗ്ലാവ്. എന്തു ഭംഗിയാ ഇതൊക്കെ കാണാൻ. ഇതെങ്ങനെ ഈ ബംഗ്ലാവ് ഇവിടെ പണി കഴിപ്പിച്ചു? ശ്രീരാഗ് അത്ഭുതത്തോടെ ചോദിച്ചു. അത് പണ്ടു നമ്മുടെ നാട് ഭരിച്ചിരുന്ന ബ്രിട്ടീഷുകാർ അവരുടെ ബുദ്ധിയിൽ തിരിഞ്ഞതാണ് ഈ ബംഗ്ലാവ്. അതിനുവേണ്ടി അവർ പണിക്ക് നിർത്തിയത് ബുദ്ധിമാന്മാരായ നമ്മുടെ മലയാളികളെ. മാത്രമല്ല, അവരുടെ നാട്ടിൽ നിന്നും ഈ ബംഗ്ലാവിൻ്റെ പണിക്കുള്ള ആളുകളെ അവർ ഇറക്കിയെന്നാണ് പറഞ്ഞു കേട്ടിരിക്കുന്നത്. അതുകൊണ്ട് ഒരു മലയാളി തനിമയും അതുപോലെ തന്നെ ഒരു ഇംഗ്ലീഷ് ടച്ചും കൂടി കൂടിക്കലർന്നതാണ് ഈ ബംഗ്ലാവ്, സൂര്യൻ പറഞ്ഞു. അവർ ബംഗ്ലാവിൻ്റെ ഗേറ്റിനടുത്ത് എത്തിയതും തനിയെ തുറന്നു. ഇതെന്താ തനിയെ തുറക്കുന്നത്? പ്രേതഭവനം വല്ലതാണോ? ജയദേവ് ചോദിച്ചു. ഒന്ന് ചുമ്മാ ഇരിക്കെ, അവിടെ റിമോട്ട് ഉപയോഗിച്ചതാണ്, സൂര്യൻ പറഞ്ഞു. അവർ ഗേറ്റ് കടന്ന് സൂര്യൻ്റെ കാറ് ആ ബംഗ്ലാവിൻ്റെ മുറ്റത്ത് ചെന്ന് നിൽക്കുമ്പോൾ അവരുടെ അടുത്തേക്ക് ഓടി ഒരാൾ വന്നു. അത് രാമസ്വാമി പറഞ്ഞേൽപ്പിച്ച ആളാണ്. അപ്പോഴേക്കും എല്ലാവരും കാറിൽ നിന്നും ഇറങ്ങി. എല്ലാവരുടെയും കണ്ണുകൾ അത്ഭുതത്തോടെ വിടരുകയായിരുന്നു. അത്രയും മനോഹരമായിരുന്നു അവിടുത്തെ ഗാർഡൻ കാണാൻ. നിറയെ പൂക്കളാൽ മനോഹരമായി നിൽക്കുന്ന ഊട്ടിയിലെ ബൊട്ടാണിക്കൽ ഗാർഡനിലെ എല്ലാ പൂക്കളും അവിടെയുണ്ടെന്ന് അവർക്ക് തോന്നി. ഇതെല്ലാം ഇത്രയും ഭംഗിയെ കൊണ്ട് നടക്കുന്നത് ഈ ചേട്ടനാണോ? അവിടെ അടുത്തേക്ക് വന്ന ഒരു ചേട്ടനെ നോക്കിക്കൊണ്ട് ഭവ്യ പറഞ്ഞു. അതെ, സൂര്യൻ പറഞ്ഞു. സൂര്യനെ കണ്ടതും അയാൾ വളരെ ബഹുമാനത്തോടെ നിന്നു. യാത്രയൊന്നും കുഴപ്പമൊന്നുണ്ടായിരുന്നില്ലല്ലോ സാർ? അയാൾ ചോദിച്ചു. ഇല്ല സതീഷേട്ടാ, സൂര്യൻ പറഞ്ഞു. എല്ലാവരും അകത്തേക്കിരിക്കാം, തണുപ്പ് കൂടി തുടങ്ങുകയാണ്, അയാൾ പറഞ്ഞതും എല്ലാവരും വണ്ടിയിൽ നിന്ന് ഇറങ്ങി അകത്തേക്ക് നടന്നു. ബംഗ്ലാവിൻ്റെ അകത്തേക്ക് കയറുമ്പോൾ കയറി വരുന്നത് ഒരു കോറിഡോറിലേക്കാണ്. ഗ്ലാസ്സിലാണ് കോറിഡോർ ചെയ്തിരിക്കുന്നത്. ഓപ്പോസിറ്റ് സൈഡിൽ വുഡൻ പാനൽ ചെയ്തിരിക്കുന്നു. അകത്തേക്ക് കയറുമ്പോഴും ഓരോ കാര്യങ്ങൾ കാണുമ്പോൾ ഒരു രാജകീയ പ്രൗഢിയെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലായിരുന്നു. അവിടെ നിന്നും ലിവിംഗ് റൂമിലേക്ക് ചെല്ലുമ്പോഴും ഒരു റോയൽ ടച്ചാണ് അവിടെയുള്ള ലൈറ്റുകൾ പോലും. റോസ് വുഡ് ഫർണിച്ചറുകൾ, പിച്ചള ഫിറ്റിങ്ങൾ എല്ലാം കണ്ടാൽ പഴയ കാലത്തേക്ക് ഒരാളെ തിരികെ കൊണ്ടുപോകും. കടുവ, പുള്ളിപ്പുലി, കരടിയുടെ തോലുകൾ, കാട്ടുപോത്ത്, സംബാർ മാൻ തലകൾ, അംഗങ്ങൾ സംഭാവന ചെയ്ത വേട്ടയാടൽ ട്രോഫികൾ എന്നിവയും ഉൾക്കൊള്ളുന്ന ഒരു വലിയ ബാൾറൂമുണ്ട്. എല്ലാവരും ഓരോ കാഴ്ചകൾ കണ്ട് നടക്കുമ്പോഴാണ് സൂര്യനും ജയദേവനും സതീഷേട്ടനും അങ്ങോട്ട് വന്നത്. എല്ലാവർക്കും എങ്ങനെയാ, സെപ്പറേറ്റ് റൂമുകൾ വേണോ, അല്ലെങ്കിൽ ലേഡീസിന് മാത്രമായിട്ട് ഒരു റൂം അങ്ങനെ വേണോ? എന്താണ് വേണ്ടത്? അത് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. അല്ല സാർ, ഇന്ന് നമ്മൾ തിരിച്ചു പോകില്ലേ? ഭവ്യ ചോദിച്ചു. ഇല്ല, ഇന്ന് എന്തായാലും പോകാൻ പറ്റില്ല. ഇപ്പോൾ തന്നെ കോടമഞ്ഞ് ഇറങ്ങിത്തുടങ്ങി. ഇനി ഡ്രൈവിംഗ് ബുദ്ധിമുട്ടായിരിക്കും, സൂര്യൻ പറഞ്ഞു. അത് വേണ്ട സാർ, നമുക്ക് നാളെ പോയാൽ മതി. ഇവിടെയൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങി കണ്ടില്ലെങ്കിൽ നഷ്ടമായി പോകും, ശ്രീരാഗ് പറഞ്ഞു. നിനക്ക് ഇന്ന് തന്നെ പോകണമെന്നുണ്ടോ ഭവ്യ? കെവിൻ ചോദിച്ചു. ഇല്ല, ഞാൻ ചോദിച്ചതാ. എന്താ രസം, ഞാൻ ആദ്യം ഇവിടേക്കൊന്ന് എക്സ്പ്ലോർ ചെയ്യട്ടെ. ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം എനിക്ക് ഈ കൊട്ടാരത്തിൽ ഒന്ന് താമസിക്കണം. പണ്ടുള്ള ബ്രിട്ടീഷുകാർ, അതിനുശേഷം രാജാക്കന്മാർ എല്ലാവരും താമസിച്ചതല്ലേ. എന്നിട്ട് ഇവിടെ നിന്നുള്ള കുറച്ച് ഫോട്ടോസ് എടുത്ത് എനിക്കെൻ്റെ ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലും എല്ലാം അപ്ലോഡ് ചെയ്യണം, ഭവ്യ പറഞ്ഞതും തുടങ്ങി. നീ തള്ളുമ്പോൾ കുറച്ച് പതിയെ ഒന്ന് തള്ളണം കേട്ടോ. ഇനി നീ ഇത് വാങ്ങിയതാണ് എന്നൊന്നും പറഞ്ഞ് പോസ്റ്റ് ചെയ്യരുത് കേട്ടല്ലോ, കെവിൻ കളിയാക്കി. അപ്പോഴേക്കും അവർക്കുള്ള കോഫിയുമായിട്ട് ഒരു സ്ത്രീ അങ്ങോട്ട് വന്നു. ഇത് സതീഷേട്ടൻ്റെ ഭാര്യയാണ്, ജയദേവാണ് പറഞ്ഞത്. സതീഷേട്ടാ, മക്കളൊക്കെ? ജയദേവ് ചോദിച്ചതും സൂര്യൻ സതീഷിനെ നോക്കി ചിരിച്ചു. ആ ചിരി കണ്ടതും എല്ലാവരും പരസ്പരം അവരെ രണ്ടുപേരെയും മാറി മാറി നോക്കി. ആ ചേച്ചി പെട്ടെന്ന് തന്നെ അകത്തേക്ക് കയറിപ്പോയി. എന്താ സൂര്യ, എന്താ ഒരു കള്ളച്ചിരി? ജയദേവ് ചോദിച്ചു. സതീഷേട്ടാ, ചേട്ടൻ തന്നെ പറ എത്ര മക്കളാണെന്ന്, സൂര്യൻ പറഞ്ഞതും സതീഷേട്ടൻ നാണം കൊണ്ട് തല കുനിച്ചുകൊണ്ട് പറഞ്ഞു. 8. 8 മക്കളോ? എല്ലാവരും ഒരേ സ്വരത്തിൽ ചോദിച്ചു. അവരുടെ ചോദ്യം കേട്ടതും സതീഷേട്ടൻ വേഗം അവിടെ നിന്നും പോയി. അല്ല,
പുള്ളിയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇവിടെ വല്ല എൻ്റർടൈൻമെൻറ്റും വേണ്ടേ? പിന്നെ ഈ കാലാവസ്ഥയും ഈ സ്ഥലവും റൊമാൻറ്റിക് അല്ലേ? 8 നിർത്തിയത് തന്നെ ഭാഗ്യം. ഇല്ല സാർ, 8 നിർത്തിയിട്ടില്ല. സതീഷേട്ടൻ ഒരു കയ്യിൽ സ്നാക്സുമായിട്ട് വന്നുകൊണ്ട് പറഞ്ഞു. 8ാമത്തെ കുട്ടിക്ക് 3 മാസം പ്രായമായിട്ടുള്ളൂ. സതീഷേട്ടൻ പറഞ്ഞതും അപ്പോൾ ഇനിയും ഉണ്ടാകുമോ? ജയദേവ് ചോദിച്ചു. ദൈവം തരുന്നതല്ലേ സാർ, നമ്മൾ കൈനീട്ടി സ്വീകരിക്കുന്നു, അത്രയുള്ളൂ, സതീഷേട്ടൻ പറഞ്ഞു. പിന്നെ പോക്രത്തരം കാണിച്ചു വെച്ചിട്ട് ദൈവത്തെ കൂട്ടുപിടിച്ചാൽ മതിയല്ലോ. അല്ല ചേട്ടാ, ഇവർക്കൊക്കെ വിദ്യാഭ്യാസം കൊടുക്കണ്ടേ? അതൊക്കെ എങ്ങനെ? കെവിൻ ചോദിച്ചതും സതീഷ് സൂര്യനെ നോക്കി. ഞങ്ങളുടെ കുട്ടികളെ പഠിപ്പിക്കുന്നതും എല്ലാ കാര്യങ്ങളും സൂര്യൻ സാറും കുടുംബമാണ് നോക്കുന്നത്, സതീഷ് പറഞ്ഞതും അയാളുടെ കണ്ണുകൾ നിറഞ്ഞു. എന്താ ചേട്ടാ ഇത്? അതെ, വൈകിട്ട് ഞങ്ങൾക്ക് എന്താ ഫുഡ്? ഈ തണുപ്പ് സമയമാകുമ്പോൾ നന്നായിട്ട് വിശക്കും, കാര്യമായിട്ട് എന്തെങ്കിലും വേണം, ജയദേവ് പറഞ്ഞു. അതിനെന്താ സാർ, എല്ലാം ഉണ്ടാക്കാൻ നമുക്ക്, സന്തോഷത്തോടെ സതീഷേട്ടൻ പറഞ്ഞിട്ട് അകത്തേക്ക് പോയി. അല്ല സൂര്യ, ഈ 7 കുട്ടികളെയും പഠിപ്പിക്കുന്നത് നീയാണോ? ജയദേവ് ചോദിച്ചു. അത് ഇവിടുത്തെ പാവപ്പെട്ട കുറേ കുട്ടികളെ നമ്മുടെ ഗോകുലം ചാരിറ്റബിൾ സൊസൈറ്റിയുടെ കീഴിൽ പഠിപ്പിക്കുന്നുണ്ട്. അതിൽ സതീഷേട്ടൻ്റെ മക്കളുണ്ട്. വെറുതെയാണോ? സതീഷേട്ടന് വേറെ ചിലവൊന്നുമില്ലല്ലോ, ശ്രീരാഗ് പറഞ്ഞതും അവിടെ ഒരു പൊട്ടി ചിരിയായിരുന്നു. വാ, നമുക്കിതേ അവിടെ ഇരിക്കാം. അവിടെ ഇരുന്ന് കോഫി കുടിക്കുമ്പോൾ ഈ ഭൂപ്രകൃതി മുഴുവനും കാണാൻ പറ്റും. ഈ കുന്നിൻ മുകളിൽ താഴേക്ക് നോക്കുന്നത് പോലെ കാണാം, അത്രയും മനോഹരമാണ്, സൂര്യൻ പറഞ്ഞതും എല്ലാവരും അങ്ങോട്ട് പോയി. എല്ലാവരും സംസാരിച്ച് ആ ഭൂപ്രകൃതി ആസ്വദിച്ച് ചായ കുടിച്ചു. എന്നാൽ ഇനി ഇതിൻ്റെ ഡിസൈൻസൊക്കെ ഒന്ന് ചെക്ക് ചെയ്തോളൂ. അത് മാക്സിമം നമ്മുടെ ക്യാമറയിൽ പകർത്താൻ നോക്കണം. എന്തെങ്കിലും മാറ്റങ്ങൾ നമുക്ക് കൊണ്ടുവന്നാൽ നമ്മുടെ വില്ലയിലേക്ക് അത് കൊണ്ടുവരാൻ നോക്കാം. പിന്നെ ഞാൻ പറഞ്ഞ കാര്യം മറക്കരുത്, എൻ്റെ വില്ലയിൽ മാത്രമായിരിക്കണം ഇവിടുത്തെ അതേ രീതിയിലുള്ള ഇൻറ്റീരിയർ ഡിസൈൻസ് വരാൻ പാടുള്ളൂ. മറ്റു വില്ലകളിൽ എല്ലാം നല്ല മാറ്റങ്ങൾ വരുത്തി മാത്രമേ നമ്മൾ കൊണ്ടുവരാൻ പാടുള്ളൂ. അതെനിക്ക് നിർബന്ധമാണ്, സൂര്യൻ പറഞ്ഞു. ഓക്കെ സാർ എന്ന് പറഞ്ഞ് എല്ലാവരും അവിടെ നിന്നും എഴുന്നേറ്റ് ഓരോരുത്തരായിട്ട് ഓരോ ഭാഗങ്ങളിലേക്ക് ചെന്ന് എല്ലാം നോട്ട് ചെയ്യാൻ തുടങ്ങി. അവരവരുടെ ഫോൺ ക്യാമറയിൽ പകർത്തിക്കൊള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് വന്നാൽ അതൊന്ന് ചെക്ക് ചെയ്യാനും നോട്ട് ചെയ്യാനും എല്ലാം പറ്റും, സൂര്യൻ പറഞ്ഞതും എല്ലാവരും പല ഭാഗത്തേക്ക് തിരിഞ്ഞു. സൂര്യൻ മയൂരിയെ കണ്ണുകൾ കൊണ്ട് കാണിച്ചു. അവൾക്ക് മനസ്സിലായില്ല. അവൾ എന്താണെന്ന് ചോദിച്ചതും സൂര്യൻ ചുറ്റുമൊന്ന് നോക്കി. ആരുമില്ല എന്ന് കണ്ടതും പെട്ടെന്ന് അവളുടെ കൈ പിടിച്ച് ഇങ്ങോട്ട് വാടി പെണ്ണേ എന്ന് പറഞ്ഞ് അവൻ അവളെയും കൊണ്ട് അവിടെയുള്ള ഒരു റൂമിലേക്ക് കയറി. ഇതെന്താ സൂര്യേട്ട? അത്രയും പറഞ്ഞതും അവൾ ആ റൂമിൽ ചുറ്റും നോക്കി. അത്രയും മനോഹരമായിരുന്നു, പഴയ കൊട്ടാരങ്ങളെപ്പോലെ തോന്നിക്കുന്നു. ഇത് ഇത് സൂര്യേട്ടൻ്റെ റൂമാണോ? അവൾ ചോദിച്ചു. അല്ല, ഇത് നമ്മുടെ ബെഡ്റൂമാണ്, അവൻ പറഞ്ഞു. അത് കേട്ടതും അവളുടെ ചുണ്ടുകളിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു. ഇഷ്ടായോ? അവൻ ചോദിച്ചു. ഒരുപാട് ഇഷ്ടമായി, എന്ത് ഭംഗിയെ കാണാൻ. അവൾ അവിടെയെല്ലാം ചുറ്റിക്കറങ്ങിക്കൊണ്ട് നടന്ന് എല്ലാവരുടെയും നോക്കുന്നത് കണ്ടതും സൂര്യൻ ഒരു ചിരിയോടെ ആ റൂമിലുള്ള സോഫയിലിരുന്നു. ഇവിടെ ശരിക്കും AC-യുടെ ആവശ്യമില്ല അല്ലേ? AC മാത്രമല്ല, ഫാനും ഒന്നും വേണ്ട. എന്ത് തണുപ്പാലേ? കൈകൾ കൂട്ടിത്തിരുമ്മിക്കൊണ്ട് അവൾ ചോദിച്ചു. എല്ലായിടത്തേക്കാളും തണുപ്പ് ഇവിടെ കൂടും, കാരണം ഇത് കുന്നിൻ്റെ മുകളല്ലേ, അവൻ പറഞ്ഞു. മയൂരി, ഇവിടെ വാ, ഇവിടെ വന്നിരിക്കുക, സൂര്യൻ പറഞ്ഞതും അവൾ സൂര്യൻ്റെ അടുത്തേക്ക് നടന്നു. ഈ ബെഡ്റൂം കണ്ടോ? ഇത് നിനക്ക് ഇഷ്ടമായി എന്നല്ലേ പറയുന്നത്? അപ്പോൾ നമ്മുടെ വില്ലയിൽ നമ്മുടെ ബെഡ്റൂം ഇതുപോലെ തന്നെ നീ ഡിസൈൻ ചെയ്യണം. നമ്മുടെ റൂമിൻ്റെ ബെഡ് മുതൽ ഈ കാണുന്ന സോഫ, ഫ്ലവർ വാസ്, ഈ വാൾ സ്റ്റിക്കർ, അങ്ങനെ എല്ലാം ഇതുപോലെ തന്നെ കൊണ്ടുവരണം. പറ്റുമോ നിനക്ക്? സൂര്യൻ ചോദിച്ചു. അവൾ അവിടെ ഇരുന്നു കൊണ്ട് തന്നെ ചുറ്റും നോക്കി. എന്നിട്ട് പറ്റും, അവൾ പറഞ്ഞു. ഓക്കെ, ഇതാണ് ഞാൻ നിനക്ക് തരുന്ന ടാസ്ക്. നമ്മുടെ വില്ല ഇതുപോലെ ഡിസൈൻ ചെയ്യണം. പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ ബെഡ്റൂം യാതൊരു മാറ്റങ്ങളും വരുത്താതെ നിനക്ക് ചെയ്യാൻ പറ്റുമോ? നിനക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ഞാൻ ചെയ്തു തരാം. എന്തു പറയുന്നു? ഇതുപോലെ തന്നെ എനിക്കെൻ്റെ വില്ല മാറ്റിത്തരാൻ നിനക്ക് പറ്റണം. സമ്മതിച്ചല്ലോ? ഈ ചലഞ്ച് നീ ഏറ്റെടുക്കുകയല്ലേ? സൂര്യൻ കൈ നീട്ടിക്കൊണ്ട് ചോദിച്ചു. അവൾ പുഞ്ചിരിച്ചുകൊണ്ട് തന്നെ അവൻ്റെ കയ്യിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു. തീർച്ചയായിട്ടും, അവൾ പറഞ്ഞു. അവൻ്റെ ആവശ്യം അതുതന്നെയായിരുന്നു. എന്നാൽ
ഞാൻ ഇതെല്ലാം ഒന്ന് ശരിക്കും കാണട്ടെ. അതിനുശേഷം ഞാൻ ഇത് ക്യാമറയിൽ പകർത്താം. എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ നമുക്ക് ചെയ്യാൻ എളുപ്പമായിരിക്കും. അവൾ പറഞ്ഞുകൊണ്ട് ഓരോ മുക്കും മൂലയും വരെ ശ്രദ്ധിക്കാൻ തുടങ്ങി. അവൾ എഴുന്നേറ്റ് ചെന്ന് ആ വാളിലുള്ള പെയിൻറ്റിംഗ് എല്ലാം നോക്കുകയായിരുന്നു. പെട്ടെന്നാണ് സൂര്യൻ അവളുടെ പിന്നിലൂടെ ചെന്ന് അവളെ കെട്ടിപ്പിടിച്ചത്. പെട്ടെന്നുള്ള അവൻ്റെ ആ പ്രവൃത്തിയിൽ അവളൊന്ന് ഞെട്ടി. സൂര്യട്ടാ, അവൾ അവനെ വിളിക്കുമ്പോൾ അവളുടെ ശബ്ദത്തിലെ വിറയൽ അവന് മനസ്സിലാകുന്നുണ്ടായിരുന്നു. അവൻ്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു. അവളുടെ ആ വിളിയിൽ അവൻ അവളുടെ ഷോൾഡറിൽ അവൻ്റെ താടി മുട്ടിച്ചുകൊണ്ട് ഒന്ന് മൂളി. അവളിൽ നിന്നും ഒരു അനക്കവും മറുപടിയും ഇല്ലാതെ വന്നതും എന്താ അവൻ ചോദിച്ചു. അത് ഇങ്ങനെ നിൽക്കുന്നത് ആരെങ്കിലും കണ്ട? അവൾ ചോദിച്ചതും അവൻ അവളെ തിരിച്ചു നിർത്തിക്കൊണ്ട് അപ്പോൾ ആരെങ്കിലും കണ്ടാലാണ് കുഴപ്പം, കണ്ടില്ലെങ്കിൽ കുഴപ്പമില്ല അല്ലേ? സൂര്യൻ ചോദിച്ചു. കണ്ടാലും കുഴപ്പമാണ്, കണ്ടില്ലെങ്കിലും കുഴപ്പമാണ്, അവൾ പറഞ്ഞുകൊണ്ട് അവൻ ചുറ്റിപ്പിടിച്ചിരുന്ന കൈ വിടിയിക്കാൻ ശ്രമിച്ചു. എന്നാൽ അവൻ്റെ കൈ പതിയെ അവളുടെ വയറിലേക്ക് എത്തി. അവിടെ മുറുകെ പിടിച്ചു. സൂര്യട്ടാ, അവൻ്റെ ആ പ്രവൃത്തിയിൽ അവളൊന്ന് ഞെട്ടി ഉയർന്നു പൊങ്ങിക്കൊണ്ട് വിളിച്ചു. എന്തു പറ്റി? വിട്, എനിക്ക് അങ്ങോട്ട് പോകണം. എങ്ങോട്ട് പോകണം? അത് മാനസിയും ഭവ്യയുമെല്ലാം ഉള്ളതല്ലേ? അവൾ പറഞ്ഞു. അതിന് അവർക്കൊക്കെ ഓരോ ജോലികൾ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നിൻ്റെ ജോലി എൻ്റെ അടുത്ത് നിൽക്കുക എന്നതാണ്. അവൻ അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവളുടെ താടി ഉയർത്തി അവളുടെ കണ്ണുകളിലേക്ക് നോക്കി പറഞ്ഞു. അവൻ്റെ നോട്ടത്തിൽ ഉമിനീര് പോലും ഇറക്കാൻ പറ്റാതെ അവൾ നിന്നു. അവൻ അടുത്ത് വരുംതോറും അവൾ പുറകിലേക്ക് മാറിക്കൊണ്ടിരുന്നു. അതനുസരിച്ച് അവൻ മുന്നിലേക്ക് വന്നു. സൂര്യട്ട, വേണ്ട, അവൾ പതിയെ പറഞ്ഞു. വേണം, അവനും പറഞ്ഞു. പ്ലീസ്, ദേ പുറകില് എന്ന് അവൻ പറഞ്ഞതും പെട്ടെന്ന് അവൾ തിരിഞ്ഞ് പുറകിലേക്ക് നോക്കിയ ആ സമയം തന്നെ അവൻ അവളുടെ കയ്യിൽ പിടിച്ച് അവളെ ബെഡിലേക്ക് വലിച്ചിട്ടു. അവൾക്ക് മുകളിൽ 2 കൈകളും കുത്തി അവളുടെ ശരീരത്തെ മുട്ടാതെ കിടന്നു. പെട്ടെന്നുള്ള അവൻ്റെ ആ പ്രവൃത്തിയിൽ കണ്ണുകൾ മുറുകിയടച്ചാണ് അവൾ ബെഡിലേക്ക് വീണത്. അവളുടെ കണ്ണുകൾ അടഞ്ഞിരിക്കുന്നതും കൃഷ്ണമണികളുടെ ചലനവും ചുണ്ടിലെ വിറയലും അവൻ നോക്കി നിന്നു. അവൾ കണ്ണ് തുറക്കാതെ തന്നെ അങ്ങനെ കിടക്കുന്നത് കണ്ടതും അവൻ പതിയെ അവൻ്റെ മുഖം താഴ്ത്തി അവളുടെ ചുണ്ടിൽ ചുണ്ട് ചേർത്തതും ഞൊടിയിടയിലായിരുന്നു. എതിർപ്പുകൾ പ്രകടിപ്പിച്ചുകൊണ്ട് അവൻ്റെ ഇരു തോളിലും പിടിച്ച് അകറ്റിമാറ്റാൻ അവൾ പരമാവധി ശ്രമിച്ചു. പക്ഷേ സൂര്യൻ അകന്നു മാറിയില്ല. അവളുടെ ചുണ്ടുകളെ അത്രമാത്രം ആവേശത്തിൽ വലിച്ചു നുണഞ്ഞു. മേൽചുണ്ടും കീഴ്ചുണ്ടും മാറി മാറി നുണഞ്ഞു. രണ്ടും ഒരുമിച്ചും അവൻ്റെ ചുണ്ടിൽ അവളുടെ ചുണ്ടുകൾ സ്ഥാനം പിടിച്ചു. ഇടയ്ക്കെപ്പോഴോ മയൂരി അറിയാതെ അവളുടെ വായ തുറന്നു പോയ ആ സമയം ചുണ്ടുകൾക്കിടയിലൂടെ നാവ് അകത്തേക്ക് കയറ്റി. അവൻ്റെ നാവ് അവളുടെ നാവിൽ കെട്ടുപിണഞ്ഞു. ചുണ്ടിൻ്റെ ഭാഗത്ത് അത്രയും ആവേശത്തിൽ അവൻ കടിക്കുമ്പോൾ എതിർപ്പുകൾ പ്രകടിപ്പിച്ചുകൊണ്ടിരുന്ന മയൂരി തളർന്നു തുടങ്ങിയിരുന്നു. വേദന അറിഞ്ഞ് അവൾ ഒന്ന് ഉയർന്നു പൊങ്ങിയതും ആ ഒരൊറ്റ വേദനയിൽ അവളുടെ എതിർപ്പുകളെല്ലാം ഇല്ലാതായി. ആ ചുംബനത്തിൻ്റെ ലഹരിയിൽ അവളും സ്വയം മറന്നു. അവളിൽ നിന്നും ചെറിയ മൂളലുകളും ഞെരുക്കങ്ങളും പുറത്തേക്ക് വന്നു. അത് അവനിൽ ആവേശം കൂട്ടുകയായിരുന്നു. അവൻ അവളുടെ ചുണ്ടുകളെ വലിച്ചു നുണഞ്ഞു. പതിയെ അവൻ അവളുടെ ചുണ്ടുകളെ മോചിപ്പിച്ചു. അവൾ തളർന്ന് അവളുടെ 2 കൈകളും അവനിൽ നിന്നും പിടിവിട്ട് ബെഡിലേക്ക് വീണു. അവൻ അവളെ ഒരു പുഞ്ചിരിയോടെ ചേർത്ത് പിടിച്ചു. അല്പസമയം കഴിഞ്ഞ് അവൻ അവൻ്റെ മുഖമുയർത്തി നോക്കിയതും അവളുടെ ചുണ്ടിൽ ചോര പൊടിഞ്ഞിരിക്കുന്നത് കണ്ടു. എന്തിനാ എന്നെ തടയാൻ ശ്രമിച്ചത്? അതുകൊണ്ടല്ലേ ഞാൻ വേദനിപ്പിച്ചത്? അവൻ പറഞ്ഞുകൊണ്ട് തന്നെ അവളുടെ ചുണ്ടിൽ പൊടിഞ്ഞിരിക്കുന്ന ആ രക്തത്തുള്ളിയെ അവൻ്റെ ചുണ്ടിനാൽ തന്നെ പതിയെ നുണഞ്ഞെടുത്തു. ഇനി എൻ്റെ മനസ്സ് നിറയ്ക്കാനായി ഒരു പാട്ട്, എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഞാൻ എഴുതി വെച്ച വരികൾ നിന്റെ ശബ്ദത്തിലൂടെ പാട്ടായി കേൾക്കാൻ ഒരാഗ്രഹം. അവൻ പറഞ്ഞതും അവൾ മുഖമുയർത്തി അവനെ നോക്കി. അവൻ്റെ കണ്ണുകളിലെ പ്രണയം അവളെ വല്ലാത്ത ഒരവസ്ഥയിൽ എത്തിച്ചിരുന്നു. നെഞ്ചോട് ചേർത്ത് പാട്ടൊന്നു പാടാം, പാട്ടിൻ്റെ ഈണം നീയാണ്, കാണാ
മോളെ മയൂരി. ആരോ വിളിക്കുന്നത് കേട്ടാണ് ഓർമ്മകളിൽ നിന്നും അവൾ ഞെട്ടി കണ്ണുകൾ തുറന്നത്. അവൾ ചുറ്റുമൊന്ന് നോക്കി. മുന്നിൽ സതീഷേട്ടനും അദ്ദേഹത്തിൻ്റെ ഭാര്യ മീനാക്ഷിയുമായിരുന്നു. മോളെ, എത്ര നേരമായി വിളിക്കുന്നു? കുഞ്ഞ് കണ്ണ് തുറന്ന് കിടക്കുകയാണ്. മീനാക്ഷി ചേച്ചി പറഞ്ഞപ്പോഴാണ് അവൾ അടുത്ത് കിടക്കുന്ന കുഞ്ഞിനെ നോക്കിയത്. ഒരു പിങ്ക് ബ്ലാങ്കറ്റിനുള്ളിൽ പൊതിഞ്ഞ് മുഖം കുറച്ച് മാത്രം കാണുന്ന രീതിയിൽ പൊതിഞ്ഞു കിടത്തിയിരിക്കുകയാണ്. അവൾ അവരുടെ മുഖത്തേക്ക് നോക്കി. മോള് കരയുകയായിരുന്നോ? അവളുടെ കണ്ണുകളിലെ ചുവപ്പ് കണ്ട് അവർ ചോദിച്ചു. മീനാക്ഷി സതീഷിനെ ഒന്ന് നോക്കി. അയാളുടെ മുഖത്തും സങ്കടമായിരുന്നു. കരയേണ്ട മോളെ, എല്ലാം ശരിയാവും. വലിയ സാറ് എത്താറായി എന്ന് പറഞ്ഞു, സതീഷേട്ടൻ പറഞ്ഞു. അതിന് അവൾ ചെറുതായി ഒന്ന് പുഞ്ചിരിച്ചു. എല്ലാം ശരിയാവും മോളെ. ഇത്രയൊക്കെ മോള് അനുഭവിച്ചില്ലേ? ഈ ദൈവം മോളെ വിഷമിപ്പിക്കില്ല, സതീഷേട്ടൻ പറഞ്ഞു. അത് പറയുമ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നത് അയാളും ഭാര്യയും കണ്ടു. അച്ഛാ, ദേ ഒരു കാറ് വന്നിരിക്കുന്നു, സതീഷിൻ്റെ മകൾ ഓടി വന്ന് പറഞ്ഞു. വലിയ സാർ വന്നെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞ് സതീഷ് വേഗം മുഖം തുടച്ചുകൊണ്ട് അങ്ങോട്ട് പോയി. ചേച്ചി, മോളെ എഴുന്നേറ്റോ എന്ന് ചോദിച്ചുകൊണ്ട് ആ കുട്ടി അവളുടെ അടുത്തേക്ക് വന്നു. കുഞ്ഞുമാവയുടെ അടുത്ത് വന്ന് നോക്കി. വാവേ എന്ന് പറഞ്ഞ് ആ കുട്ടി കുഞ്ഞിനെ വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. മോളെ, ഓളൊന്നും കഴിക്കാതിരിക്കല്ലേ, കുഞ്ഞിന് പാല് കൊടുക്കാനുള്ളതല്ലേ. ചേച്ചി എന്തെങ്കിലും എടുത്തിട്ട് വരട്ടെ, മീനാക്ഷി മയൂരിയോട് ചോദിച്ചു. വേണ്ട, എനിക്കിപ്പോൾ ഒന്നും വേണ്ട ചേച്ചി, വിശപ്പില്ലാഞ്ഞിട്ടാ. അതെന്താ മോളെ വിശപ്പില്ലാത്തത്? മോള് ഭക്ഷണം കഴിക്കണ്ടേ? കുഞ്ഞിന് പാല് കൊടുക്കേണ്ടതല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് സൂര്യൻ്റെ അച്ഛൻ അങ്ങോട്ട് കയറി വന്നു. അദ്ദേഹത്തെ കണ്ടതും അവൾ വേഗം ബെഡിൽ നിന്നും എഴുന്നേറ്റു. മോളെ, എഴുന്നേക്കണ്ട, അവിടെ ഇരിക്ക് എന്ന് പറഞ്ഞുകൊണ്ട് സൂര്യൻ്റെ അച്ഛൻ അവളെ അവിടെ തന്നെ ഇരുത്തി. അദ്ദേഹത്തെ കണ്ടതും മീനാക്ഷി മാറി നിന്നു. മീനാക്ഷി മോളോട് പുറത്തു പോകാൻ പറഞ്ഞതും ആ കുട്ടി ചിരിച്ചുകൊണ്ട് അവിടെ നിന്നും പോയി. ഞാൻ സാറിന് കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം എന്ന് പറഞ്ഞ് മീനാക്ഷി പോകാൻ പോയതും, മീനാക്ഷി, മോൾക്കും കൂടി എന്തെങ്കിലും എടുത്തോ, ഞാൻ കൊടുത്തോളാം അവൾക്ക് എന്ന് പറഞ്ഞു സൂര്യൻ്റെ അച്ഛൻ. എനിക്ക് വേണ്ടാഞ്ഞിട്ട് അച്ഛാ, അവൾ പറഞ്ഞു. നീ അതൊന്നും കാര്യമാക്കട്ടെ മീനാക്ഷി, എടുത്തിട്ട് വാ. അവർ പോയതും, എന്താ മോളെ, നീ പട്ടിണി കിടക്കാനാണോ ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞ് അദ്ദേഹം അവിടെ നിന്നും ബെഡിൽ കിടക്കുന്ന കുഞ്ഞിനെ കൈകളിലെടുത്തു. അച്ഛച്ചൻ്റെ പൊന്നു എന്ന് പറഞ്ഞ് അദ്ദേഹം കുഞ്ഞിനെ കയ്യിലെടുത്ത് കവിളിൽ ചുംബിച്ചു. കുറച്ചു നേരം അദ്ദേഹം കുഞ്ഞിൻ്റെ മുഖത്തേക്ക് നോക്കി സ്നേഹത്തോടെ സംസാരിച്ചു കൊണ്ടിരുന്നു. മയൂരി അദ്ദേഹം ചെയ്യുന്നത് നോക്കിയിരുന്നു. അവളുടെ കണ്ണുകൾ അപ്പോഴും നിറഞ്ഞൊഴുകുന്നുണ്ട്. അവൾ അവളുടെ കഴുത്തിൽ കിടക്കുന്ന സൂര്യൻ്റെ പേര് കൊത്തിയ ആ താലിയിലേക്ക് നോക്കി. അവളുടെ കണ്ണുനീർ ആ താലിയിലേക്ക് ഉറ്റു വീണു. അപ്പോഴാണ് അദ്ദേഹം അവൾ കരയുന്നത് കാണുന്നത്. 1 വർഷമായില്ലേ മോളെ, നീ ഈ കണ്ണീര് നിർത്താറായില്ലേ നിനക്ക്? അദ്ദേഹം ചോദിച്ചതും അവൾ കണ്ണുകൾ അമർത്തി തുടച്ചു. അച്ഛൻ എന്തു പറഞ്ഞിട്ടാ ഇങ്ങോട്ട് പോകുന്നത്? അവൾ ചോദിച്ചു. അത് നമ്മുടെ ഇവിടുത്തെ ഫാക്ടറിയിൽ ഒരു മീറ്റിംഗ് ഉണ്ട്. ഇവിടുത്തെ അടുത്തുള്ള കുറച്ച് തോട്ടങ്ങൾ അവർ വിൽക്കാൻ പോവുകയാണെന്ന് പറഞ്ഞു. അത് വാങ്ങാനുള്ള ഒരു പരിപാടിയിലാണ്. ഞാനല്ല, സൂര്യനാണ് വരാനിരുന്നത്. പക്ഷേ എൻ്റെ കുഞ്ഞിനെ കാണാൻ വേണ്ടി ഞാൻ ഓടി വന്നതാ. അവനിവിടെ വന്നാൽ ഉറപ്പായിട്ടും ഇങ്ങോട്ട് വരുമെന്ന് എനിക്കറിയാം. ഇവിടെ വന്നാൽ മോളെ കാണില്ലേ, പിന്നെ മോളിവിടെ നിന്ന് ഓടി ഒളിക്കാൻ നടക്കണ്ടേ? നേരത്തേതുപോലെ അല്ലല്ലോ, ഇപ്പോൾ ഞങ്ങളുടെ ഈ പൊന്നു മോള് കൂടിയില്ലേ? അദ്ദേഹം പറഞ്ഞുകൊണ്ട് കുഞ്ഞിൻ്റെ നെറ്റിയിൽ ഒന്ന് ചുംബിച്ചു. കണ്ണ് തുറന്ന് അപ്പോഴും അദ്ദേഹത്തെ നോക്കിക്കിടക്കുന്ന ആ കുഞ്ഞിനോട് അദ്ദേഹത്തിന് വല്ലാത്ത സ്നേഹവും വാത്സല്യവുമാണ് തോന്നിയത്. അദ്ദേഹത്തിൻ്റെ കണ്ണുകളും നിറഞ്ഞു. ഗോകുലം തറവാട്ടിലെ ആദ്യത്തെ പെൺകുഞ്ഞ്, ഞങ്ങളുടെ മഹാറാണി. പക്ഷേ ഒളിച്ച് ആരുടെയും സ്നേഹം അനുഭവിക്കാൻ പറ്റാതെ ജീവിക്കേണ്ട അവസ്ഥയായി പോയല്ലോ എന്ന് പറഞ്ഞ് അദ്ദേഹം ഒന്ന് വിതുമ്പി. അതുകൂടി കണ്ടതും മയൂരി പൊട്ടിക്കരഞ്ഞു പോയിരുന്നു. അപ്പോഴേക്കും അങ്ങോട്ട് മീനാക്ഷിയും സതീഷും വന്നു. സൂര്യൻ്റെ അച്ഛൻ നോക്കിയതും വേഗം മീനാക്ഷി കുഞ്ഞിനെ കയ്യിൽ വാങ്ങി അദ്ദേഹം മയൂരിയുടെ അടുത്തിരുന്നു. മോളെ, അച്ഛൻ മോളെ സങ്കടപ്പെടുത്തിയതല്ല, അച്ഛനും സഹിക്കാൻ പറ്റുന്നില്ല. എൻ്റെ കുഞ്ഞിനെ ജനിച്ച് അന്ന് കണ്ടിട്ട് പോയതില്ലേ ഞാൻ, പിന്നെ ഇപ്പോഴല്ലേ എൻ്റെ കുഞ്ഞിനെ ഞാൻ കാണാൻ വരുന്നത്, അദ്ദേഹം പറഞ്ഞു. തോളിലെ കസവ് മുണ്ടുകൊണ്ട് മുഖം തുടച്ചു. അപ്പോഴാണ് സതീഷിൻ്റെ കയ്യിലെ ട്രേയിലിരിക്കുന്ന ഒരു ഗ്ലാസ് പാല് കണ്ടത്. ഇങ്ങോട്ട് താ സതീഷ, ഞാൻ കൊടുക്കാം എന്ന് പറഞ്ഞ് അതെടുത്ത് മയൂരിയുടെ കയ്യിലേക്ക് കൊടുത്തു.
അപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ കയ്യിലെ ഫോൺ റിങ് ചെയ്തത്. ആ ഗ്ലാസ് മയൂരിയുടെ കയ്യിലേക്ക് കൊടുത്തുകൊണ്ട് അദ്ദേഹം ഫോൺ എടുത്തു. മോനെ, നീ അവിടെ എത്തിയോ? എന്നിട്ട് എന്താ വിളിക്കാഞ്ഞേ? എവിടെ എൻ്റെ മയൂരി മോള്? എവിടെ എൻ്റെ കുഞ്ഞ്? മുത്തശ്ശി ചോദിച്ചത് കേട്ടതും അച്ഛൻ ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് ഫോൺ മയൂരിക്ക് നേരെ തിരിച്ചു. സ്ക്രീനിൽ മുത്തശ്ശിയെ കണ്ടതും മയൂരിയുടെ കണ്ണുകൾ വീണ്ടും നിറയാൻ തുടങ്ങി. അത് കണ്ടതും എന്തിനാ മോളെ കരയുന്നേ എന്ന് അവർ പറയുന്നുണ്ടെങ്കിലും അവരുടെയും കണ്ണുകൾ നിറയുന്നുണ്ട്. അവർ നേരിയതുകൊണ്ട് മുഖം തുടയ്ക്കുന്നുണ്ട്. എവിടെ എൻ്റെ തങ്കക്കുടം? മുത്തശ്ശി ചോദിച്ചതും അവൾ ഫോൺ അച്ഛൻ്റെ കയ്യിലേക്ക് കൊടുത്തു. അപ്പോഴേക്കും മീനാക്ഷി കുഞ്ഞിനെ ബെഡിൽ കിടത്തിയിരുന്നു. അച്ഛൻ തന്നെ കുഞ്ഞിനെ മുത്തശ്ശിക്ക് കാണിച്ചു കൊടുത്തു. എൻ്റെ കുഞ്ഞ് എൻ്റെ കയ്യിൽ ഒന്ന് എടുക്കാൻ കൊതിയാവുന്നു. ഞാൻ പറഞ്ഞതല്ലേ ഞാനും വരുന്നുണ്ടെന്ന് അങ്ങോട്ട്, മുത്തശ്ശി പറഞ്ഞു. കരയേണ്ട അമ്മേ, കുഞ്ഞിനെ കാണാനുള്ള എന്തെങ്കിലും വഴി ഞാൻ നോക്കാം. വീട്ടിലെ ആരും അറിയാതെ വേണ്ടേ കുഞ്ഞിനെ കാണാൻ? എനിക്കും അമ്മയ്ക്കും മാത്രം അറിയാവുന്ന കാര്യമല്ലേ? ഞാൻ അമ്മയെ മാത്രം കൊണ്ടുവന്ന അത് സംശയത്തിനിടവരുത്തും. സത്യങ്ങളെല്ലാം സൂര്യൻ അറിയുന്നത് വരെ മയൂരി മോളെയും കുഞ്ഞിനെയും പറ്റി ആരും അറിയരുത്. സൂര്യന് ഇങ്ങനൊരു കുഞ്ഞുള്ള കാര്യം പോലും ആരും അറിയരുത്, അദ്ദേഹം പറഞ്ഞു. എന്നാലും സഹിക്കാൻ പറ്റുന്നില്ലട മോനെ, നമ്മുടെ കുഞ്ഞിനെ കാണാതെ, നമ്മുടെ മോളെ കാണാതെ. എനിക്കറിയാം അമ്മ കരയാതെ. അവിടെയുള്ളവർക്ക് സംശയം തോന്നും. ആരെങ്കിലും അത് കണ്ടാൽ തീർന്നു. അമ്മ ഫോൺ വെച്ചോളൂ, ഞാൻ വന്ന് കയറിയതേയുള്ളൂ. ഊട്ടിയിൽ നിന്നും ഞാൻ വരുന്നത് വരെ എന്തായാലും ഇവിടെ തന്നെയായിരിക്കും താമസിക്കാൻ പോകുന്നത്. രാമസ്വാമിയെ ഞാൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. ആരെങ്കിലും വിളിച്ചാൽ ഞാൻ അവിടെയുണ്ടെന്ന് പറയണമെന്ന് അദ്ദേഹം പറഞ്ഞു. നീ എൻ്റെ കുഞ്ഞിൻ്റെ ഫോട്ടോസ് ഒന്നെടുത്ത് എൻ്റെ ഫോണിലേക്കൊന്ന് അയച്ചു താ, മുത്തശ്ശി പറഞ്ഞു. അന്ന് തന്നതല്ലേ അമ്മ? എടാ മോനെ, അത് ജനിച്ചപ്പോഴുള്ള ഫോട്ടോയല്ലേ. ഇപ്പോൾ 90 ദിവസമായില്ലേ എൻ്റെ കുഞ്ഞിന്. കാണാൻ എനിക്ക് കൊതിയാവുന്നു. പിന്നീട് കുറച്ചു നേരം മുത്തശ്ശി മിണ്ടാതിരുന്നു. നാദാ, ഞാനിപ്പോൾ നിന്നോട് ഒരു കാര്യം പറയാൻ പോവുകയാണ്. എൻ്റെ ആഗ്രഹം പറയാൻ പോവുകയാണ്. എൻ്റെ കുഞ്ഞിൻ്റെ അരയിൽ ഒരു പൊന്നരഞ്ഞാണം പോലും ഇതുവരെ ഇട്ടിട്ടില്ല. അത് എനിക്ക് ചെയ്യണം. അതുകൊണ്ട് എങ്ങനെ, ഏത് എന്നൊന്നും എനിക്കറിയണ്ട. എനിക്കങ്ങോട്ട് വരണം. അതിനു വേണ്ട കാര്യങ്ങൾ നീ എന്താണെന്ന് വെച്ചാൽ ചെയ്യ. അത് പറയുമ്പോൾ ബാക്കിയുള്ളവരെല്ലാവരും ഞെട്ടലോടെയാണ് അത് കേട്ടത്. അമ്മ ഇങ്ങനെ പറഞ്ഞ എനിക്ക് ഒന്നും കേൾക്കണ്ട നാദ്. എനിക്കെൻ്റെ കുഞ്ഞിനെ കാണണം. ചിലപ്പോൾ ഇനി എനിക്കെൻ്റെ കുഞ്ഞിനെ കാണാൻ പറ്റാതെ ഞാൻ മരിച്ചു പോയാൽ നിങ്ങൾക്കത് തീരാ വേദനയായി മാറും. എൻ്റെ ആഗ്രഹം സാധിച്ചു തരാതെ നിങ്ങളിരുന്നാൽ നിങ്ങൾക്ക് ഒരിക്കലും സമാധാനം കിട്ടില്ല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് എനിക്കങ്ങോട്ട് വരണം. അതിനുവേണ്ട കാര്യങ്ങൾ നീ എന്താണെന്ന് വെച്ചാൽ ചെയ്യ എന്ന് പറഞ്ഞ് മുത്തശ്ശി ഫോൺ കട്ട് ചെയ്തു. അച്ഛാ, മുത്തശ്ശി, മയൂരി വിളിച്ചതും. അറിയാം മോളെ, അമ്മ പറഞ്ഞതിലും കാര്യമുണ്ട്. അമ്മയ്ക്ക് പ്രായമായി വരികയല്ലേ. ഈ കുഞ്ഞിനെ കാണാതെ പോയാൽ അമ്മ പറഞ്ഞതുപോലെ അമ്മയുടെ ആത്മാവിന് ശാന്തി കിട്ടില്ല. അതുകൊണ്ട് അമ്മയുടെ ആഗ്രഹം എങ്ങനെയെങ്കിലും ഒരു മകൻ എന്ന നിലയിൽ എനിക്ക് നടത്തി കൊടുക്കണം. അതിന് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ എനിക്ക് ചെയ്യണം. പക്ഷേ സാറിനും മുത്തശ്ശിക്ക് മാത്രം അറിയാവുന്ന ഒരു കാര്യമല്ലേ ഇങ്ങനെ ഒരു കുഞ്ഞുണ്ടെന്ന് പോലും ആരെങ്കിലും അറിഞ്ഞാൽ, അത് സൂര്യൻ സാർ അറിഞ്ഞാൽ വലിയ പ്രശ്നമാവില്ലേ? സതീശൻ ചോദിച്ചു. അറിയാം സതീഷ, എനിക്ക് ഒന്നും അറിയാഞ്ഞിട്ടല്ല. ഒരു കാര്യം മാത്രം എനിക്കിപ്പോൾ അറിയാം. എൻ്റെ അമ്മയുടെ ആഗ്രഹം എനിക്ക് സാധിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞ് വീണ്ടും അദ്ദേഹം ബെഡിൽ കിടക്കുന്ന കുഞ്ഞിൻ്റെ നെറ്റിയിൽ ഒന്ന് ചുംബിച്ചുകൊണ്ട് അവിടെ നിന്നും പോയി. മയൂരി ബെഡിൽ കിടക്കുന്ന തൻ്റെ 3 മാസം പ്രായമായ ആ കുഞ്ഞിൻ്റെ മുഖത്തേക്ക് നോക്കി. ഹായ്, ഞാനാണ് കാർത്തിക. എന്നെ വഴക്ക് പറയരുത്, ഒരു ട്വിസ്റ്റ് കൊണ്ടുവന്നതാ. അല്ല, കഥ ഇനി അങ്ങോട്ട് മുന്നോട്ട് പോകണമെങ്കിൽ അങ്ങനെ ഒന്ന് വേണമെന്ന് തോന്നി. കാരണം അവരുടെ പ്രണയം മാത്രം മുന്നോട്ട് കൊണ്ടുപോയ കാര്യമില്ലല്ലോ, എന്തെങ്കിലും ഒരു പ്രത്യേകത വേണ്ടേ? ആ ഒരു പ്രത്യേകത കൊണ്ടുവന്നതാ. വഴക്ക് പറയരുത് പ്ലീസ്. അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കമൻറ്റിലൂടെ എന്നെ വഴക്ക് പറയരുത്. ഞാൻ പോവാണേ, ഞാൻ പോയി. അപ്പോൾ നാളെ കാണാം. ബൈ ബൈ.